Question. Why do the sun and the moon appear to be of the same size from the earth? Why do the sun and the moon appear to be of the same size from the earth? Answer. Yes. The distance between the distance between DIS, TAN, CE. The distance between the earth and the moon, the earth and the moon, distance between earth and moon is about ആരാ മ്യൂട്ട് ചെയ്ത ആള് ഒന്ന് മ്യൂട്ട് ചെയ്തേ. ആരോ ഒരാള് മ്യൂട്ട് ചെയ്യാനുണ്ടല്ലോ. About 3,84,400 kilometer, while the distance between the earth and moon is about 15 crore kilometer. 15 crore kilometer. The distance between the earth and the moon is lesser than that between question answer ആരായിരുന്നു lesser than that between the earth and sun. Between the earth and sun. അതായത് 3 ക്വസ്റ്റ്യൻ ആൻസർ കൂടെ ബാക്കിയില്ലായിരുന്നോ? ആ 3 എണ്ണം 5, 6, 7 ഹോട്ട്സില് ഒരു 3 ക്വസ്റ്റ്യൻസ് ബാക്കി ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യന്റെ 5ാമത്തെ ആൻസർ 5th വൺ. ആൻസർ കഴിഞ്ഞോ? Yes. Why do the sun and the moon appear to be of the same size from the earth?
ഒരു സെന്റൻസും കൂടി ഉണ്ട്. വൺ മോർ സെന്റൻസ്. എഴുതി കഴിഞ്ഞ ഒരു സെന്റൻസും കൂടി ഇതിന്റെ കൂടെ ഉണ്ട്. ഫിനിഷ് ആയോ? മായിച്ചോട്ടെ. മിസ് ഒരു സെന്റൻസ് കൂടി ഉണ്ടോ? ആ ഉണ്ട്. മായിക്കട്ടെ മോനെ. ആ വായിച്ചോ. Yes, miss. ഓക്കെ, ലാസ്റ്റ് സെന്റൻസ്. thus 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 the sun and the moon, thus the sun and the moon appear to be, appear, appear, appear to be, sun and the moon appear to be of the same size from the earth, same size from the earth. Okay, may I rub this sentence? Maikete. Okay, then next question, sixth one. Why do we always see the same face of the moon? Why do we always see the same face of the moon? Answer. We always see the same size of the moon, the same face of the moon, the same face of the moon. മിസ് ഇത് ആറാമത്തെയാണോ? Sixth one, ആറാമത്തെ. Question, why do we always see the same face of the moon? We always see the same face of the moon because the time taken by the moon to complete one rotation and revolution, one rotation and revolution. One rotation and one revolution are the same. We always see the same face of the moon because the time taken by the moon to complete one rotation and one revolution are the same. Okay. Last question. Last one. Why can the moon not support any form of life? Moon എന്തുകൊണ്ടാണ് form of life ഇല്ലാത്തത്? നോക്കാം. അവിടെ എന്തില്ല? അറ്റ്മോസ്ഫിയർ ഇല്ല അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ സൗണ്ട് വേവ്സ് ഇല്ല എന്നൊക്കെ. എഴുതാ. The moon cannot support any form of life
any form of life due to absence, due due to absence, absence, due to absence of atmosphere and moisture moisture, moisture and moisture എന്നാണ് ട്ടോ. and moisture. The moon cannot support any form of life due to absence of atmosphere and moisture. ചന്ദ്രനിൽ താമസം പറ്റാത്ത എന്തുകൊണ്ടാ? അവിടെ അറ്റ്മോസ്ഫിയർ ഇല്ല, മോയിസ്ചർ ഇല്ല, അല്ലെ? സൗണ്ട് വേവ്സിനെ കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? ഇല്ലേ? അപ്പം ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു കേട്ടോ. നോട്ട് കംപ്ലീറ്റ് ഇത്രേ ഉള്ളൂ. നോട്ട് കംപ്ലീറ്റ് ആയി. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. അൺമ്യൂട്ട് അല്ല സോറി മ്യൂട്ട് ചെയ്യാത്ത ആള്. അപ്പൊ നോട്ട് കഴിഞ്ഞു കേട്ടോ. ഈ ലെസണിന്റെ നോട്ട് കംപ്ലീറ്റ് ആയി. ഹലീമ നോട്ട് കംപ്ലീറ്റ് ആയോ മോളെ? ബാക്കിയുള്ള നോട്ട്സ് എഴുതിയോ? കഴിഞ്ഞ ദിവസം കുറെ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തോ? ഇല്ല, ഇന്ന് ചെയ്യണം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തേ ഹലീമ. നോട്ട് കംപ്ലീറ്റ് ആയി? കംപ്ലീറ്റ് ആയോ? ഇല്ല, ഇന്ന് തന്നെ നോട്ട് നമ്മുടെ ലെസൺ ഏകദേശം കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇന്ന് തന്നെ നോട്ട് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം. ഇത് നിങ്ങൾ മാറ്റി ഇനി അടുത്ത ലെസൺ തുടങ്ങും. അപ്പൊ നോട്ട് അവിടെ ബാക്കി വെക്കും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇത് ബേർഡൻ ആവും. ഇനി ഇപ്പൊ അടുത്ത ഓൺലൈൻ ക്ലാസ്സിൽ തന്ന ലെസണോ ഒന്നും ഇനി അടുത്ത റെഗുലർ ക്ലാസ് തുടങ്ങുമ്പോൾ തരൂല കേട്ടോ. ഇന്ന് തന്നു, ഇനി നമുക്ക് ഈ ക്ലാസ് എടുക്കൂല, ഇനി നോട്ട് ഒന്നും തരില്ല. അതുകൊണ്ട് അന്നു നോട്ട് എഴുതി സൂക്ഷിക്കുക. എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോ എഴുതണ്ടേ? ഓക്കെ. Okay, take your textbook, all of you. Take your textbook. ഷനീഫ്, ജീവ, ഹെവൻ. ഷനീഫിന്റെ വാട്സപ്പ് നമ്പർ എന്താ? ഷനീഫെ മാറ്റണോ? മോനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ ഷനീഫെ. എന്താ മോനെ വാട്സപ്പ് നമ്പർ തന്നത് മാറ്റണോ? കേൾക്കുന്നില്ല. ഷനീഫ് പറയുന്നത് ക്ലിയർ ഇല്ല. ഷനീഫെ അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ. വെറുതെ ചാറ്റ് ചെയ്യാല്ലേ ക്ലാസ്സിനിടയിൽ ഇരുന്ന്? എന്തെങ്കിലും ഒരു പണി വേണ്ടേന്ന് വെച്ച് ചാറ്റ് ചെയ്യുന്നതാ? ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും പറഞ്ഞു. പിന്നെ നോർത്ത് പോള്, സൗത്ത് പോള്, പോൾസ്, ഇക്വേറ്റർ, നോർത്തേൺ ഹെമിസ്ഫിയർ, സദേൺ ഹെമിസ്ഫിയർ, ഇതൊക്കെ പറഞ്ഞു അല്ലേ? അപ്പൊ നോർത്ത് പോൾ എന്താന്ന് വെച്ചാൽ the earth rotates on its axis which is imaginary. The earth points of the axis of the earth are called poles. The poles which points toward the pole star is north pole, other is south pole. Then
Earth divided into two equal parts such as northern hemisphere and southern hemisphere. Then between the northern hemisphere and southern hemisphere, we can see an imaginary line. That imaginary line is known as equator. Equator lies between northern hemisphere and southern hemisphere. Okay. Yes. പിന്നെ പറഞ്ഞെന്താ northern hemisphere and the southern hemisphere എന്താണ്? The part of the equator, the part of the earth which is towards the north of the equator. The part of the earth which is towards the north of the equator is known as northern hemisphere. The part of the earth which is towards the south of the equator is known as southern hemisphere. Equator south ഭാഗത്തുള്ളതിനെ southern hemisphere എന്നും equatorന്റെ north ഭാഗത്തുള്ളതിനെ northern hemisphere എന്നും പറയുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് പാരലൽസും മെരീഡിയൻസ് ആണ്. പാരലൽസ് എന്ന് പറഞ്ഞാൽ ലാറ്റിറ്റ്യൂഡ്, മറ്റേ മെരീഡിയൻസ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡ്. അതായത് we can see two types of imaginary lines on the globe, അല്ലേ? Then parallel is an imaginary line runs from west to east. വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് പോകുന്ന ഇമാജിനറി ലൈനെയാണ് നമ്മൾ എന്ത് പറയാ? പാരലൽസ് എന്ന് പറയാ. Then മെരീഡിയൻസ് എന്ന് പറഞ്ഞാല് മെരീഡിയൻസ് ആർ imaginary lines running from north to south. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്ന ഇമാജിനറി ലൈനെ മെരീഡിയൻസ് എന്നും വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക്, നോട്ട് ഈസ്റ്റ് ടു വെസ്റ്റ് മറക്കരുത്, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ്, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കല്ല. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് പോകുന്ന ഇമാജിനറി ലൈൻസിനെ പാരലൽസ് എന്നും നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്ന ഇമാജിനറി ലൈൻസിനെ നമ്മൾ മെരീഡിയൻസ് എന്നും പറയും. ഇനി നോക്ക്, ദ പാരലൽ ഒരു 3 പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഒന്ന്, പാരലൽസ് ആൻഡ് മെരീഡിയൻസ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിഫൈൻ ലൊക്കേഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് എനി പ്ലേസ്. അതായത് ഈ പാരലൽസും അല്ലെങ്കിൽ മെരീഡിയൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഒരു സ്ഥലത്തിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കുന്നത്. വി ക്യാൻ ഐഡന്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് എ പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാരലൽസ് ആൻഡ് മെരീഡിയൻസ്, അല്ലേ? വി ക്യാൻ ഐഡന്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് എ പ്ലേസ്. നമുക്കൊരു സ്ഥലത്തിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാരലൽസ് ആൻഡ് മെരീഡിയൻസ്. പാരലൽസിന്റെയോ മെരീഡിയൻസിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഒരു സ്ഥലത്തിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒന്നും കൂടെ പറയുന്നത്, ദ പാരലൽസ് ആൻഡ് മെരീഡിയൻസ് ഇന്റർസെക്ട് ഈച്ച് അതർ. പാരലൽസും മെരീഡിയൻസും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അതെവിടെയാണ്? അറ്റ് റൈറ്റ് ആംഗിൾസ് ഇന്റർസെക്ട് ചെയ്യുന്നു. 90 ഡിഗ്രിയില് 90 ഡിഗ്രിയില് റൈറ്റ് ആംഗിൾസിൽ പാരലൽസും മെരീഡിയൻസും ഇന്റർസെക്ട് ചെയ്യുന്നു. തേർഡ് വൺ, ദ നെറ്റ്വർക്ക് ഓഫ് പാരലൽസ് ആൻഡ് മെരീഡിയൻസ് ഓൺ ദ ഗ്ലോബ്. ഗ്ലോബിലുള്ള പാരലൽസിന്റെയോ മെരീഡിയൻസിന്റെയോ നെറ്റ്വർക്കിനെ പറയുന്ന പേരാണ് എന്താ പറയാ? എർത്ത് ഗ്രിഡ് അല്ലെങ്കിൽ ജിയോഗ്രാഫിക് ഗ്രിഡ്. മനസ്സിലായോ? The network of parallels and meridians on the globe is known as geographic grid or Earth's grid. Okay, ഇത്രയാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയല്ലേ പറഞ്ഞേ? നെക്സ്റ്റ് വൺ, പാരലൽസ് ഓർ ലാറ്റിറ്റ്യൂഡ്. ഇത്രയും നമ്മൾ പറഞ്ഞത് പാരലൽസ് ആൻഡ് മെരീഡിയൻസ് ആണ്. ഇനി പാരലൽസ് അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ് എന്താന്ന് പറയാം. അപ്പൊ പാരലൽസും അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ്. Okay, we can draw a set of circles between the North Pole and the South Pole. These circles should be parallel to the equator. These circles are called parallels or lines of latitude. Yes, Nijad parno. Nijade paramone. Clear ആവുന്നില്ല? നിജാദ് കട്ടായി പോയോ? നിജാദെ മോനെ കേൾക്കുന്നില്ല? നിജാദ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ക്ലിയർ ഇല്ല? ക്ലിയർ ആവുന്നില്ല. ബാക്കിയുള്ളവർക്ക് ക്ലിയർ ഉണ്ടോ? ഹരിനന്ദിന്, ആതിരക്ക്, ജുവാന, ശ്രീവിഷ്ണു, മോനെ ഇവർക്കൊക്കെ ക്ലിയർ ആണല്ലോ? റേഞ്ച് പ്രോബ്ലം ആയിരിക്കും, ശ്രദ്ധിക്കേട്ടോ. റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും. നോക്ക്, we can draw the a set of circles between North Pole and South Pole. നോർത്ത് പോളിന്റെയും സൗത്ത് പോളിനും ഇടയിൽ വരക്കുന്ന സെറ്റ് ഓഫ് സർക്കിൾസ്, അല്ലെ? These circles should be parallel to the equator. അതായത് നോർത്ത് പോളിനും സൗത്ത് പോളിനും വരക്കുന്ന ഇടയിൽ വരക്കുന്ന സർക്കിൾസ്, ആ സർക്കിൾസ് എന്താണ്? ഇക്വേറ്ററിൽ പാരലൽ ടു ദ ഇക്വേറ്റർ ആയിരിക്കും.
we can draw a set of circles between the North Pole and South Pole. These circles should be parallel to the equator. The equator ne parallel aayirikkum. These circles are known as parallels or lines of latitude. മനസ്സിലായോ? അപ്പൊ a set of circles drawn between the North Pole and South Pole. These circles are parallel to the equator. This is known as lines of latitude. ഇതിനെയാണ് നമ്മൾ latitude അല്ലെങ്കിൽ lines of latitude എന്ന് പറയാം. Then the distance of a place north or south of the equator is measured as an angle. This angle is latitude of that place. എന്താ പറഞ്ഞേ? The distance of a place of north or south, നോർത്തിന്റെയോ സൗത്തിന്റെയോ ഏതിന്റെങ്കിലും ഒന്ന് ഇക്വേറ്ററിന്റെ നോർത്ത് ഭാഗത്തോ സൗത്ത് ഭാഗത്തോ ഉള്ള ഒരു സ്ഥലത്തിന്റെ ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ, ദൂരം അറിയണമെങ്കിൽ, മെഷേർഡ് ആസ് ആൻ ആംഗിളിന്റെ ക്രമത്തിലാണ് അതിനെ മെഷർ ചെയ്യുക. ദിസ് ആംഗിൾ ഈസ് ലാറ്റിറ്റ്യൂഡ് ഓഫ് ദാറ്റ് പ്ലേസ്. ഈ ആംഗിൾ ആണ് ആ സ്ഥലത്തെ ലാറ്റിറ്റ്യൂഡ്. മനസ്സിലായോ? ഡിസ്റ്റൻസ് ഓഫ് എ പ്ലേസ് നോർത്ത് ഓർ സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ, ഇക്വേറ്ററിന്റെ നോർത്ത് ഭാഗത്തോ സൗത്ത് ഭാഗത്തോ ഉള്ള ഒരു പ്ലേസിന്റെ ഡിസ്റ്റൻസ് അറിയാൻ ഈസ് മെഷേർഡ് ആസ് ആൻ ആംഗിൾ. അത് ആംഗിൾ ആയിട്ടാണ് നമ്മൾ അളക്കുക. ഇതിനെയാണ് ഈ അളക്കാൻ പറ്റുന്ന ഈ ആംഗിളിനെയാണ് നമ്മൾ ആ സ്ഥലത്തെ ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ പ്ലേസിന്റെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി ലാറ്റിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ് is the distance of that place north or south of the equator measured as an angle whose vertex is at the center of the earth. നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു സ്ഥലത്തെ ആംഗിൾ നോക്കണമെങ്കിൽ, ഒരു സ്ഥലത്തിന്റെ ആംഗിൾ മനസ്സിലാക്കണമെങ്കിൽ അത് നോർത്തിനോ സൗത്തിനോ ഇക്വേറ്ററിന്റെ ഒരു എന്തായി അളക്കുക? ഒരു ആംഗിൾ ആയി അളക്കുക. ആ ആംഗിൾ എത്രയാണോ അതാണ് ആ സ്ഥലത്തെ ഇക്വേറ്റർ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി ഇതിനൊരു കണക്കുണ്ട് കേട്ടോ. എന്താ നോക്ക്. ദ ലാറ്റിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ് ഈസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ ഡിഗ്രി. നമുക്കറിയാം ഓരോ ലാറ്റിറ്റ്യൂഡിന്റെയും അളവ് എന്ന് പറയുന്നത് ഡിഗ്രിയിലായിരിക്കും. 15 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, അങ്ങനെ ഡിഗ്രിയിലായിരിക്കും അതുണ്ടാവുക. There are 360 degrees in a circle. നമുക്കറിയാം ഒരു സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. മാത്സിൽ പഠിച്ചിട്ടില്ലേ? 360 ഡിഗ്രിയാണ് ഒരു വൃത്തത്തിന്റെ അളവ്, അല്ലേ? പഠിച്ചിട്ടുണ്ടോ? Yes. Then 60 minutes in a degree and 60 seconds in a minute. അതായത് 360 ആണ് ഒരു സർക്കിളിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അതില് there are 360 degrees in a circle. ഒരു സർക്കിളിൽ 360 ഡിഗ്രി ഉണ്ട്. 60 മിനിറ്റ് in a degree. ഒരു ഡിഗ്രിയിൽ 60 മിനിറ്റ്. മനസ്സിലായോ? ഒരു ഡിഗ്രിയില് 60 മിനിറ്റ്. 60 സെക്കൻഡില് ഒരു മിനിറ്റില് 60 സെക്കൻഡ്, 60 മിനിറ്റില് ഒരു ഡിഗ്രി. മനസ്സിലായോ? ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഒരു മിനിറ്റില് 60 സെക്കൻഡ്, ഒരു മിനിറ്റില് 60 സെക്കൻഡ്, 60 മിനിറ്റില് ഒരു ഡിഗ്രി. ഒരു മിനിറ്റില് 60 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂറിൽ എത്രയായിരിക്കും? 360 അല്ലേ? ആണോ? ഒരു മിനിറ്റില് 60 സെക്കൻഡ്, 60 മിനിറ്റില് ഒരു ഡിഗ്രി. 1 degree is equal to 1 minute is equal to 60 seconds. 60 minute is equal to 1 degree. നോട്ട് ബുക്ക് എടുത്തേ, എന്തെങ്കിലും ഒന്ന് എഴുതി നോക്കിയാട്ടെ. ആ കണക്ക് മനസ്സിലാവണമെങ്കിൽ എഴുതി നോക്കിയാൽ മനസ്സിലാവും. അതായത് ഒരു മിനിറ്റില് 60 സെക്കൻഡ് ആണ്. ഒരു മിനിറ്റ് 60 സെക്കൻഡ് ആണ്. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രിയാണ്. ഒരു മിനിറ്റ് 60 സെക്കൻഡ്, 60 മിനിറ്റ് ഒരു ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് 60 സെക്കൻഡ് ആണെങ്കിൽ ഒരു മണിക്കൂർ എത്രയായിരിക്കും? കണ്ടുപിടിച്ചോ? കിട്ടിയോ? കരുന്നന്തേ? അതായത് ഒരു 60 സെക്കൻഡ് ആണ് ഒരു മിനിറ്റ്. അപ്പൊ 10 മിനിറ്റ് എത്രയായിരിക്കും? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് അല്ലേ? അല്ലേ? അപ്പൊ 60 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു ഡിഗ്രി. നിജാദ് പറഞ്ഞോ. അൺമ്യൂട്ട് ചെയ്ത മോനെ. എന്ത് ചെയ്യാനാടാ, നിന്റെ മോനെ അവിടെ റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും, ബാക്കിയുള്ളവർക്ക് കുഴപ്പമില്ലല്ലോ നിജാദേ. നിജാദ്
നിജാദ്. യെസ് പറഞ്ഞോ ശ്രീ വിഷ്ണു. അതായത് ഇതിൽ പറയുന്നത് ലാറ്റിറ്റ്യൂഡിന്റെ പ്ലേസ് മനസ്സിലാക്കാൻ നമ്മൾ ഡിഗ്രീസിലാണ് മനസ്സിലാക്കുക. അതായത് ലാറ്റിറ്റ്യൂഡിന്റെ ഡിഗ്രീസ് അല്ല ലാറ്റിറ്റ്യൂഡിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡിഗ്രീസിലാണ്. അതായത് 360 ഡിഗ്രിയാണ് ഒരു സർക്കിൾ. 360 ഡിഗ്രി ഇൻ എ സർക്കിൾ. അതായത് ഒരു സർക്കിൾ 360 ഡിഗ്രിയാണ്. 60 മിനിറ്റ് എന്ന് പറഞ്ഞ ഒരു ഡിഗ്രിയാണ്. 60 മിനിറ്റ് എന്ന് പറഞ്ഞ ഒരു ഡിഗ്രി. അതായത് 60 സെക്കൻഡ് എന്ന് പറഞ്ഞ ഒരു മിനിറ്റ് അല്ലെ. 60 മിനിറ്റ് ഒരു ഡിഗ്രി ആവുമ്പോൾ 60 മിനിറ്റ് ആണ് എത്ര മക്കളെ? 60 മിനിറ്റ് എന്ന് പറഞ്ഞ 1 മണിക്കൂർ അല്ലേ? ആണോ? 60 മിനിറ്റ് 1 മണിക്കൂറാണോ ഹരിനന്ദേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ ഹരിനന്ദേ. 60 മിനിറ്റ് എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതെത്രയാണ്? 1 മണിക്കൂറാണ് 1 ഡിഗ്രി. മനസ്സിലായോ? ജസ്റ്റിസിന് മനസ്സിലായോ? അൺമ്യൂട്ട് ചെയ്യ്. മനസ്സിലായി? 1 മണിക്കൂറിൽ 1 ഡിഗ്രി. അതന്നെ കറക്റ്റ്. അതായത് 1 മണിക്കൂറിൽ 1 ഡിഗ്രി. ഇപ്പൊ സപ്പോസ് 15 ഡിഗ്രി എന്നുള്ളത് 4 മണിയാണെങ്കിൽ അത് 16 ഡിഗ്രി ആവുമ്പോഴെങ്കിൽ എത്ര മണി അല്ല 16 ആവുമ്പോ എത്രയാവും? 1 മണിക്കൂറാവും. മനസ്സിലായില്ലേ? 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറായിരിക്കും. അതായത് 60 മിനിറ്റ് എന്ന് പറയുന്നത് 1 ഡിഗ്രിയാണ്. അപ്പൊ 1 മണിക്കൂർ എന്ന് പറയുന്നത് 1 ഡിഗ്രി. 60 മിനിറ്റ് ഈസ് 60 മിനിറ്റ് ഈസ് ഈക്വൽ ടു 1 അവർ. ദാറ്റ് 1 അവർ ഈസ് 1 ഡിഗ്രി. ഓക്കെ, മനസ്സിലായോ? അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ കണക്ക്. അപ്പൊ 1 മണിക്കൂർ എന്ന് പറഞ്ഞ 1 ഡിഗ്രിയാണ്. 15 ഡിഗ്രിയിലെ 16 ആവാൻ 1 മണിക്കൂർ. ഓക്കെ, വായിച്ചു നോക്കുവോ? ടെക്സ്റ്റ് വായിച്ചു നോക്കൂലേ? ഓക്കെ, ടെക്സ്റ്റ് വായിച്ചു നോക്കുക. നമ്മൾ ടൈം ആയില്ലേ മക്കളെ? ആയില്ലേ? ഇനി 7 മിനിറ്റ്സും കൂടെ ഉള്ളൂ. അതായത് നമ്മൾ പറഞ്ഞു ലാറ്റിറ്റ്യൂഡിന്റെ പ്ലേസ് കാണാൻ വേണ്ടി നമ്മൾ ഡിഗ്രീസിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് അതിന്റെ ആംഗിൾ ലാറ്റിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ് ഈസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് ആസ് ഡിഗ്രീസ്. Expressed in degrees. There is 360 degrees in a circle. Then our earth is like a circle. Our earth is like a circle. So suppose earth is 360 degree. Then 60 minutes is equal to 1 degree. Then 1 hour is equal to 1 degree. Okay? Okay. മനസ്സിലായില്ലേ? മനസ്സിലായവരൊന്ന് തമ്പ് തന്നെ. അത് മനസ്സിലായവരൊന്ന് തമ്പ് തന്നെ. ആദ്രക്ക് മനസ്സിലായി. ഹലീമ, ജസ്റ്റസ്, ജുവാന, ശ്രീവിഷ്ണു, ഹരിനന്ദ്. ഓക്കെ, നിജാദിന് അവിടെ റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട്. ഓക്കെ മക്കളെ, അപ്പൊ സി യു, ടാറ്റാ, ബൈ ബൈ. കംപ്ലീറ്റ് യുവർ നോട്ട് കേട്ടാ. നോട്ട് കംപ്ലീറ്റ് ചെയ്യണേ. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു, ടാറ്റാ, ബൈ ബൈ.